എത്ര ഗുരുതരമായ വീഴ്ചയാണ് കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ഹാരിസ് പറയുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ സർജിക്കൽ വിഭാഗത്തിന്റെ മേധാവിയായി ജോലി ചെയ്യുമ്പോ സാധാരണക്കാരായ ആളുകൾ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി വന്നാൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കേണ്ടി വരുന്നു. കാരണം എന്താ? നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്ത രീതിയിൽ അത് തുറന്നു പറഞ്ഞപ്പോ ഇവിടുത്തെ സഖാക്കൾ മുഴുവനും ഡോക്ടർ ഹാരിസിനെ തേജോവധം ചെയ്തു. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തുടർന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് അനാസ്ഥക്കിരയായി കേരളത്തിലെ ജനങ്ങൾ മരിച്ചു വീഴുന്ന, ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ ആളുകൾ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചു വീഴുന്നു. ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയമാകുന്ന രോഗികൾ ചികിത്സാ പിഴവ് മൂലം ഓപ്പറേഷനിടെ കത്രിക വയറ്റിൽ തുന്നിവെക്കുന്ന സംഭവം തുടർക്കഥയാവുകയാണ് കേരളം. എന്നിട്ട് സഖാക്കൾ പറയുകയാണ് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന്. എന്നാൽ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയ കേരളത്തിലെ 1ാം നമ്പർ മന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തലവേദന വന്നാൽ ചികിത്സിക്കാൻ ഈ നമ്പർ 1 മെഡിക്കൽ കോളേജുകൾ പോരാ, വിദേശ രാജ്യങ്ങളിലെ വിദേശ മെഡിക്കൽ കോളേജുകളിൽ പോയി ചികിത്സ തേടുന്ന ആരോഗ്യമന്ത്രിയും സജി ചെറിയാൻ അടക്കമുള്ള കേരളത്തിലെ മന്ത്രിമാർ